ഇതാണ് അതിൻ്റെ ഒരു പ്രധാന തടസ്സം. ഇതിന് ഈ GKSFിൻ്റെ കാര്യത്തിൽ സർക്കാരിൽ നിന്നുള്ള പിന്തുണ എത്രമാത്രമുണ്ട്? സർക്കാരിൽ നിന്നുള്ള ഇത് പ്രധാനമായും സർക്കാരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തവണ ടൂറിസം വകുപ്പാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് ഇത്തവണയും ഗവൺമെൻറ്റിന് ഒരുപാട് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ തന്നെ ആലോചിച്ചു സാമ്പത്തിക പ്രയാസത്തിൻ്റെ പേരിൽ നമുക്കിത് വൈകിക്കണോ അല്ലെങ്കിൽ താമസിക്കണോ എന്നൊക്കെ തുടങ്ങിയിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും എല്ലാം ഇതിനകത്തൊരു താല്പര്യപൂർവ്വം തുടരട്ടെ എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യം ഇതിലുണ്ട്. പക്ഷേ ഇത് ആത്യന്തികമായി ഇത് നമുക്ക് സ്ഥായീഭാവം കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഗ്രാൻറ്റ് പരമാവധി കുറച്ച് കൊണ്ടുവരികയും ഒരു 0% ഗ്രാൻറ്റിലെത്തുകയും മറ്റു പലരും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബ്രാൻഡുകളും വ്യാപാര സ്ഥാപനങ്ങളും മറ്റിതര ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും ഇതിനെ ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവണം. അത്തരത്തിലുണ്ടായാൽ മാത്രമേ നമുക്കിതിനെ ഒരു സ്ഥായി ഭാവത്തിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്നും സർക്കാർ ഗ്രാൻറ്റിനെ മാത്രം ആശ്രയിച്ച് നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ കേരളത്തിലെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും വിഭിന്നമായ അഭിപ്രായം വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് വ്യാപാര സംഘടനകൾ പറയുന്നു ഇത് നല്ലതാണെന്ന് പറയുന്നു, മറ്റു കുറച്ച് പേര് പറയുന്നു ഇത് ടാക്സ് അല്ലെങ്കിൽ മറ്റു പല നികുതി പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങൾ സഹകരിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പം ആരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണോ ഗവൺമെൻറ് ഇത് ഉദ്ദേശിക്കുന്നത് അവർ തന്നെ ഇത് മുന്നിൽ വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ അവസ്ഥയാണ്. അല്ല, ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായിട്ട് ചേർന്നുകൊണ്ട് നടത്തുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ അതത്ര വിജയകരമായില്ല എന്നാണ്, അല്ലെങ്കിൽ അവരുടെ സഹകരണം പ്രതീക്ഷ അത്ര കിട്ടിയില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന്, അവരിത് ഏറ്റെടുത്തോടുകൂടി ഇതിനെ കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് എത്തിക്കാനും കൂടുതൽ ആളുകളെ ഇതിൽ അണിചേർത്താനും കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം ഒരു പ്രൊഫഷണൽ ഒപ്പീനിയൻ, ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ പലരുമായി ആശയവിനിമയം നടത്തി സ്പോൺസർഷിപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളുമായി പലരെയും സമീപിച്ചപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് നഷ്ടപ്പെട്ടു, ഇത് വെറും കൂപ്പൺ വിൽപ്പന പോലെയായി, എല്ലാ സ്ഥലങ്ങളിലും ഈ കൂപ്പൺ ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ ആ തരത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ക്ലിയർ സിഗ്നേച്ചർ ഓഫ് GKSF എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആക്ഷേപം പല സ്പോൺസർമാരിൽ നിന്നും മറ്റു പലരിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ സീസൺ കഴിയുന്നതോടെ ഇതിനെ വളരെ സയൻറ്റിഫിക്കായും വസ്തുനിഷ്ഠമായും ഒരു വിശകലനം നടത്തി എങ്ങനെയാണ് ഇതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടൊന്ന് പ്ലേസ് ചെയ്യേണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടൂറിസം വകുപ്പായിട്ട് ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കേരളത്തിന് വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ടൂറിസം സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബീച്ച് ടൂറിസത്തിൻ്റെ കേന്ദ്രങ്ങളുണ്ട്, ബാക്ക് വാട്ടർ ടൂറിസം ഉണ്ട്, ഹൈ റേഞ്ച് ടൂറിസം ഉണ്ട്, ഇടനാട്ടിൽ തന്നെ ഇതായിട്ടുള്ളതുണ്ട്, അതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള GKSFിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടോ? ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളെ സെപ്പറേറ്റ് കോവളം അല്ലെങ്കിൽ ആലപ്പുഴ, ഇപ്പോൾ കുമരകം, ഇപ്പം നമ്മൾ ശംഖുമുഖത്ത് നമ്മളൊരു കാർണിവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് നമ്മൾ അവിടെ ഒരു കാർണിവൽ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കരുനാഗപ്പള്ളിയിലെ അഴീക്കൽ ബീച്ചിൽ അവിടുത്തെ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് അവിടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഒരു 5 days ഫെസ്റ്റിവൽ. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അമൃതാനന്ദമയി ആശ്രമം അടക്കമുള്ളതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. ധാരാളം വിദേശികളുണ്ട്. കേരളത്തിലെ ഒരു വലിയ മാർക്ക് ചെയ്യപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ്. അപ്പോൾ അവിടെയും നമ്മൾ അവിടുത്തെ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു വ്യാപാര മേള അല്ലെങ്കിൽ ഒരു വിനോദ വിജ്ഞാന മേള എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ചെറിയ അറ്റംപ്റ്റുകൾ നടത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തും നമുക്ക് ടൂറിസമായി മാർക്കറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം നമ്മൾ സ്പർശിക്കണമെങ്കിൽ നമുക്കിതിനൊരു വലിയ ബഡ്ജറ്റും വലിയൊരു സംവിധാനവും അത്തരത്തിലേക്ക്, അതോടൊപ്പം തന്നെ അത്രയും നമ്മൾ ഇൻഡെപ്തായിട്ട് അല്ലെങ്കിൽ അത്രയും നമ്മൾ വർക്ക് ചെയ്യുന്നതോടെ തന്നെ അത്രയും ആഴത്തിലുള്ളൊരു വിമർശനം സ്വീകരിക്കാൻ കൂടി തയ്യാറാവുന്ന തരത്തിലേക്ക് നമ്മളിതിനെ എത്തിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വിമർശനത്തെ പേടിച്ച് ഒരു വലിയ തലത്തിലേക്ക് നമ്മൾ പോകാൻ പേടിക്കുന്നുവെന്ന് പറയാമോ? ഒരിക്കലുമില്ല. വിമർശനത്തെ നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നൊന്നുമില്ല. ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇപ്പം അങ്ങ് ഇവിടെ പറഞ്ഞിരുന്നു, ഇവിടെ വന്നപ്പോൾ ഞാനും ഇത് വന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോൾ ഇത് വലിയൊരു ദൂർത്താണ് അല്ലെങ്കിൽ ഒരുപാട് സംഗതികളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ വളരെ സുതാര്യമായ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ വിമർശനങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വിമർശനങ്ങളെ നമ്മൾ സാധാരണ പറയാറുണ്ട്, മടിയിൽ ഭാരമുള്ളവനെ വഴിയിൽ പേടി തോന്നേണ്ടതുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മളൊരു സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള തീരുമാനമെടുത്താൽ, ഞാനിവിടെ വന്നപ്പോൾ ഒരു പുതിയ സംഗതി ഇവിടെ നടപ്പിലാക്കി. എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻസ് ആൻഡ് എത്തിക്സ് പാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സിസ്റ്റം GKSFിൽ കൊണ്ടുവന്നു. ഒരു ധാർമ്മിക സുതാര്യ ഉടമ്പടി, അതായത് എല്ലാ കരാറുകളോടൊപ്പം ഈ ധാർമ്മിക സുതാര്യ ഉടമ്പടിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. GKSFിലെ ആളുകൾ വാഗ്ദാനം ചെയ്യുന്ന കുറേ കാര്യവും നമ്മുടെ പ്രൈവറ്റ് ക്ലയൻറ്റ് വാഗ്ദാനം ചെയ്യുന്ന കുറേ കാര്യങ്ങളും ഇതിൽ നമ്മൾ കയ്യൊപ്പ് വെക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു 4-5-6 പോയിൻറ്റ്സുകളുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ ഒരാളിനെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ല, നമ്മളെന്തെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾ താങ്കളോട് പറയില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഏർപ്പാടിൽ സംഭവിക്കാവുന്ന
ഒരു സൗകര്യങ്ങളും അല്ലെങ്കിൽ ഒരു സുഖ സൗകര്യങ്ങളും നമുക്കിതിൻ്റെ ഭാഗമായി വേണ്ട എന്നുള്ളത് നമ്മൾ റിട്ടേണായി എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒപ്പുവെക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്കും ഒരു മെസ്സേജ് കിട്ടുകയാണ്, ഇതിൽ വേറൊരു ഏർപ്പാടും ഉണ്ടാകില്ല, നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായി ചെയ്യുക. അവരോട് നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ നമ്മളുടെ മേൽ സമ്മർദ്ദം ചെലുത്തരുത്, അങ്ങനെ അത്തരത്തിലൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് വളരെ ഫലപ്രദമായി നടക്കുന്നു. അത്തരത്തിൽ എനിക്ക് ഈ കഴിഞ്ഞ 7-8 മാസമായി ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാർ സാറിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു സമ്മർദ്ദമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആ ടൈം കറക്റ്റായിട്ട് ഇത് ചെയ്ത് റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരെ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാർ ദുബായിൽ വരുന്നു. ആ രീതിയിൽ ഈ സമയത്ത് മറുനാടൻ മലയാളികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിന് നമ്മൾ ഇത്തവണ ഒരു ശ്രമം നടത്തിയിരുന്നു. നമ്മൾ 1-2 ഫ്ലൈറ്റ് കമ്പനികളുമായി ഇൻഡിഗോ, സ്പൈസ് ജെറ്റൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അതൊരു മെറ്റീരിയലൈസ് ചെയ്തില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ഈ സീസണിൽ ഈ അന്യ നാടുകളിൽ നിന്നുള്ള വിദേശ മലയാളികളും അല്ലാതെ വിദേശികളും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ നാട്ടിൽ ഈ ഫെസ്റ്റിവൽ സമയത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. അതിന് 2 കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഒരാദായകരമായ അവർക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും എൻജോയ് ചെയ്യുന്നതിനുമുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കി ഇത്തരം ഒരു സൗകര്യങ്ങൾ കൂടി ചെയ്താൽ തീർച്ചയായിട്ടും അവർ കേരളം കാണാൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളത്, നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെ കൂടുതൽ സ്നേഹിക്കുന്നത്. ഈ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ മലയാളി, ഞാൻ കയർഫെഡിലായിരിക്കുന്ന സമയത്ത് ഒരു ഊഞ്ഞാൽ ഇറക്കിയിരുന്നു, ഒരു ഇൻസ്റ്റൻറ്റ് ഊഞ്ഞാൽ ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഊഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ദുബായിലെ ഒരു ഫെസ്റ്റിവലിനാണ്. മലയാളികളെല്ലാം പത്രത്തിൽ കണ്ടിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈവൻ ഊഞ്ഞാലിൽ ആടാനുള്ള സൗകര്യം ഇല്ലാത്തവർ പോലും അത് വാങ്ങിച്ച് വീട്ടിൽ കെട്ടിയിട്ടിട്ട് ഒരു ഭൂതകാലത്തിൻ്റെ ആ ഓർമ്മകൾ, ഗൃഹാതുരത്വം അയവിറക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിദേശ മലയാളികൾ ഒരുപാട് ഊഞ്ഞാൽ വിട്ടുപോയി, ധാരാളം ഊഞ്ഞാൽ വിട്ടുപോയി. അപ്പോൾ അത് അവരുടെ ഒരു ഈ ഓണനാളുകളോടും അല്ലെങ്കിൽ കേരളത്തിനോടും ഒക്കെ കാണിക്കുന്ന ഒരു വാത്സല്യവും ഒരു താല്പര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തോന്നിയത്. ഇപ്പം അതല്ലാതെ അവരുടെ ഈ ഫ്ലാറ്റുകളിലൊന്നും ഇത് കെട്ടുന്നതിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ സ്റ്റിൽ ദേ ടേക്ക് ഇറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണ പറയും നമ്മുടെ ഭക്ഷണ രീതികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ കുടുംബശ്രീ തന്നെ പല സ്ഥലത്തും വളരെ ഓരോ ജില്ലകളുടെയും തനതായ ഭക്ഷണ പെക്യുലിയറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യമേളകളോ അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽസോ സംഘടിപ്പിച്ചു? നമ്മൾ ഈ ശംഖുമുഖത്ത് പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മെഗാ പ്രോജക്റ്റുകളോ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റൊക്കെ വർക്കൗട്ട് ചെയ്യാനും വയബിളാക്കാനും ഒത്തിരി പ്രയാസമുണ്ട് നമ്മുടെ സാഹചര്യത്തിൽ. പക്ഷേ എന്നാൽ കേരളത്തിന് ഇപ്പം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഞാൻ സ്ഥിരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി സ്നാക്ക് എന്നുള്ള നിലയിൽ നമുക്കൊന്ന് കഴിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ഈ ട്രെയിനിലെങ്ങും പലപ്പോഴും കിട്ടാറില്ല. എല്ലാം അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന ചിപ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള അൺഹെൽത്തി ഫുഡ്സ് എന്ന് ആളുകൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന സാധനങ്ങളാണ് കിട്ടാറുള്ളത്. ഇത്തവണ അഴീക്കൽ ബീച്ച് ഫെസ്റ്റിൽ ആലപ്പാട് അവിടുത്തെ ഒരു പ്രത്യേക ഡിഷുണ്ട്. അതായത് കപ്പയും മീനും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക ഡിഷുണ്ട്. ആ ഡിഷ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി GKSFൻ്റെ ഭാഗമായിട്ടൊന്ന് ബ്രാൻഡ് ചെയ്ത് നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കുടുംബശ്രീയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഇതിപ്പോൾ 16 വർഷം 12 വർഷം പിന്നിട്ടു, അതിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ സാധാരണ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ കോൺക്രീറ്റായി അവർ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ കേരളത്തിലെ ഈ ഈ കൺസ്യൂമർ ട്രെൻഡ്, ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണ്ട് പറയുന്ന ഇലയപ്പം, തെരളിയപ്പം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പോഴും ഏത് പോഷ് മീറ്റിങ്സിനും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും എന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ വലിയ വൻകിട ഹോട്ടലുകളിലൊക്കെ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ പലരും ചിലപ്പോൾ ഒരു സ്വാഭാവിക മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജാടയ്ക്ക് വേണ്ടി അങ്ങ് കഴിച്ചു പിരിയുന്നു എന്നുള്ളതല്ലാതെ ഒരു തൃപ്തിയോടെ അല്ല പലരും കഴിച്ച് മാറുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള കേരളത്തിൻ്റെ യുണീക്ക് ഫുഡ് ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് നല്ല സാധ്യതയുണ്ട്. അത് ഓരോ പ്രദേശങ്ങളും ഇപ്പോൾ കുമരകത്ത് പോയാൽ ബാക്ക് വാട്ടർ ഫിഷസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി കുട്ടനാടൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോൺസ്, അവിടുത്തെ കരിമീൻ, അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയാൽ താറാവ്, ഇങ്ങനെ ഓരോ പ്രത്യേക സ്ഥലങ്ങളിലും ഇപ്പോൾ താറാവിൻ്റെ പനി വന്നുകൊണ്ട് ഒരു പക്ഷേ ഈ കാലത്തത് ഇത്തിരി ബുദ്ധിമുട്ട് വരാം. പക്ഷെ അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകത അനുസരിച്ചുള്ള ഒരു ഇതിൻ്റെ GKSFൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിവൽസ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഞാൻ ആലോചിച്ചിരുന്നു. അതായത് ഞാൻ ആലോചിച്ചിരുന്നു ഈ തവണ ആലപ്പുഴയിൽ
കയറും കരിമീനും എന്ന് പറഞ്ഞിട്ടൊരു